വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ 2026 ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഇന്ന് ജനുവരി 2 നമ്മൾ ഇടുക്കി ക്യാമ്പിലാണ് ഇരിക്കുന്നത്. ക്യാമ്പിലാണ് ഇന്ന് മൊത്തം ഒരു 9 പേരാണ് നമുക്കുള്ളത്. കുറച്ച് പേര് ലീവായിരുന്നു. ന്യൂ ഇയറിന് ക്ഷീണമായിരിക്കും നമുക്ക് വിചാരിക്കാം. ഇനി ഉറക്കം കിട്ടിയിട്ടില്ല, കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പക്ഷെ നമ്മൾ ക്യാമ്പുകൾ എടുക്കുന്നു. നമുക്ക് ക്യാമ്പുകളുടെ ലിസ്റ്റ് കാണാം. പ്രശ്നങ്ങളില്ലല്ലോ. ആള് പിന്നെ മുന്നേ പോയി. എന്നാലും ചോദിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ സമയത്താണ് ചോദിക്കാറ്. ക്ലാസ് കംഫർട്ട് അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ നിർത്തി പോവാം, യാതൊരു പ്രശ്നമില്ല. എന്താ ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണ്ടോ അതോ ഉറപ്പല്ലേ? കണ്ടിന്യൂ ചെയ്യല്ലേ? അപ്പോൾ തുടങ്ങല്ലേ? ഹലോ, എൻ്റെ പേര് ഷിബു. എനിക്ക് വയസ്സ് 54ആയി. ഞാനും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഈ ഓറ ബോക്സിങ്. അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. നോക്കി. അപ്പോൾ എൻ്റെ മോള് വന്നു എൻ്റെ കൂടെ. അപ്പോൾ പ്രതീഷ് മാസ്റ്ററുടെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാകുന്ന രീതിയിൽ ആ ടെക്നിക്സ്, ഇത്രയും ടെക്നിക്സ് എനിക്ക് തോന്നുന്നില്ല ഒരിടത്തും ഒരേ ദിവസം ഇത്രയ്ക്ക് പഠിക്കാൻ സാധിക്കുമെന്ന്. കാരണം ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യുകയും കുറച്ച് ഫിസിക്കലി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് ഫിസിക്കലി ഇതാണെങ്കിൽ പോലും ഞാൻ വളരെ കംഫർട്ടാണ്, വളരെ ഹാപ്പിയാണ്. എല്ലാവരും സാധിക്കുന്നവരൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല്, അതാണ് മെയിനായിട്ട്. നമുക്ക് ഏജ് ആകുന്നതോടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴുകയാണ് സാധാരണ ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. അത് വളരെ നന്നായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ ഓറ ബോക്സിങ്ങിനെ പറ്റി അറിയാനിടയായത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള വലിയൊരു ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. പക്ഷേ വിചാരിച്ചതിലും വളരെ ഗംഭീരമായിട്ടാണ് മാസ്റ്റർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഏതൊരു സാധാരണക്കാരനും, അതായത് ഒരു ആയോധനകല പഠിക്കാത്ത ഒരാൾക്കും വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്റ്റെപ്പുകൾ പഠിക്കുക എന്നുള്ളത് അവിശ്വസനീയമാണ്. ശരിക്കും വളരെ ഭംഗിയായിട്ട് തന്നെ, അതായത് ഉദ്ദേശിച്ചതിലും വലിയ ഒരു അറിവുകൾ നേടിക്കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നതെന്ന് അഭിമാനത്തോടെ പറയാം. എന്തായാലും ഇതെല്ലാവരും, കാരണം ഇന്നത്തെ കാലം വളരെ അറിയാമല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും കടന്നു വന്നേക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ ഒരു സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തരം ചെറിയ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമെന്ന് ഞാൻ പറയില്ല. ഇത് വളരെ ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള ക്യാമ്പുകളിലും ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എല്ലാവരും ഇത് വന്നൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ്. എനിക്ക് 10 വയസ്സായി. ഇപ്പം ഞാൻ എൻ്റെ പപ്പയുടെ കൂടെയാണ് ഓറ ബോക്സിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ വന്നത്. ഇപ്പം ഇത് ചെയ്ത് തന്നെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ശക്തി കിട്ടി. ഇപ്പം ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ, ഇത്രയും പഠിപ്പിച്ചു തന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുപോലെ എനിക്ക് ഓരോ കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കണമെന്നാണ്. പിന്നെ അതുകൂടാതെ ഞാനിപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഇപ്പം എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് ഓറ ബോക്സിൻ്റെ കാര്യം. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും വരുമോ, എല്ലാവരും ചെയ്യുക, എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാനിത് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയൊക്കെ ഡെവലപ്പായിട്ട് എടുക്കാം, നമ്മുടെ ഇതിൻ്റെ ശരീരത്തിന് വഴങ്ങും എന്നുള്ള കാര്യത്തിലൊരു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇവിടെ വന്ന് ഫസ്റ്റ് ചെയ്തതിലൊരു കുറച്ച് പ്രൊസീജിയർ ഇതോടുകൂടി എനിക്ക് മനസ്സിലായി.
ഇത് വലിയ കുഴപ്പം പിടിച്ച കേസല്ല. പക്ഷേ ശരീരത്തിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ളൊരു കലയാണിത്. അതിൽ ഞാൻ ഒരുവിധം എല്ലാ രീതി കൊണ്ടും ഞാൻ ഇത് തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഒരു സുഖമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. നല്ല രീതിയിൽ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇടുക്കി ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഇന്ന് അമൽ മാസ്റ്റർ കാരണം ആൾ ഡ്രൈവിംഗ് ആയി, കാരണം ആളും ബിസി ആയി പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാനിപ്പോ എൻ്റെ പെരാമംഗലം ക്ലാസ്സിൽ നമ്മളിപ്പോ സ്റ്റേ പിടിക്കാനാണ് പോണത്. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ വീണ്ടും നാളെ പുലർച്ചെ 1 മണിയോട് ഒരു ക്യാമ്പറേക്കാണ് പോണത്. അത് നമ്മൾ മനസ്സിലാവും. അപ്പോ ജനുവരിയിൽ നമ്മുടെ 2026 ക്യാമ്പ് ഭയങ്കര ക്ഷീണമായിട്ട് ഉറക്കമില്ലാണ്ടാണ് തുടങ്ങിയത്. നമുക്ക് എന്താ ഒന്നും പറയാൻ പറ്റില്ല എന്താണ്ടാവാന്ന്. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കണം. നമുക്കിനി ഒരു പുതിയ വ്ളോഗ് നാളെ കണ്ണൂർ വ്ളോഗ് പോയി